നാട്ടിൽ നിന്ന് നമ്മൾ പൊന്നുവിൻ്റെ TCയും കോൺട്രാക്ട് സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങി തിരിച്ചു വരണ വഴിക്ക് അപ്പം ഒരു വർഷമായി പൊന്നുവിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ എല്ലാ പ്രാവശ്യവും സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഹെയർ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഒക്കെയാണ്. അതിന് ശേഷമാണ് നമ്മൾ യൂണിഫോമൊക്കെ വാങ്ങി വയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തിട്ടാണ് ബുക്സും ഒക്കെ ഇതെല്ലാം ഒരു റൊട്ടീൻ പോലെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത്. അപ്പം അതുപോലെ ഇപ്രാവശ്യവും നമ്മൾ ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂ ആണ്, ഈ മേക്ക് ഓവർ സ്റ്റുഡിയോനെ കുറിച്ചിട്ട് നല്ല റിവ്യൂ ആണ്. അപ്പോൾ അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഈ ഡു മൈ ഹെയർ മേക്ക് ഓവറിലോട്ട് ഡു മൈ ഹെയർ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് പൊന്നുവിൻ്റെ ഹെയറും ഒന്ന് ജസ്റ്റ് നമുക്കിപ്പോൾ വേറെ ഫാഷനബിളായിട്ടോ അങ്ങനെയൊന്നും കട്ട് ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ആ ഡാമേജ് ആയിട്ടുള്ള ഹെയർ മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ കയറി. അവിടുത്തെ ഇൻറ്റീരിയറൊക്കെ വളരെ അടിപൊളിയായിരുന്നു, ഭയങ്കര നല്ല ആംബിയൻസും. കാരണം ഇങ്ങനെ ഒരു കടയ്ക്കൽ പോലൊരു ഏരിയയിൽ ഇതുപോലത്തെ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്രൗഡും തന്നെയാണ്. അപ്പോൾ വേറെ കൂടുതൽ ഡെക്കറേഷനൊന്നും നമ്മൾ ഹെയറിൽ ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ഡാമേജ് ആയിട്ടുള്ള ഹെയർ മാത്രം ഒന്ന് കട്ട് ചെയ്തു, ഫ്രണ്ടിലാണെങ്കിൽ പോലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവൾക്ക് അവളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് ഇതിവിടെ വരാൻ വേറൊരു കാരണമുണ്ട്. അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടുണ്ട് സുബഹാന. അപ്പോൾ അവളുടെ വീട്ടിൽ പോയപ്പോൾ അവളിതിപ്പോൾ നല്ല ലെയർ കട്ട് ചെയ്തിട്ടിരിക്കുന്നു മുടി. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ ഇവിടെ നിന്നാണ് ചെയ്തത്, ഈ ബ്യൂട്ടി സലൂണിൽ നിന്നാണ് അവൾ ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ വരാനുള്ളൊരു മെയിനായിട്ടൊരു കാരണവും അതാണ്. അപ്പോൾ അത് കണ്ടിരുന്നു. അങ്ങനെയാണ് പൊന്നുവിൻ്റെ ഹെയർ കട്ട് ചെയ്തത്. പക്ഷേ അവൾക്ക് അതേപോലെ ലെയർ കട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ അത് കൂടുതൽ അതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചില്ല. അത് വേറൊന്നും കൊണ്ടല്ല. കാരണം ഇനിയിപ്പോൾ അടുത്ത സ്കൂളിൽ പോകുമ്പോൾ ആ സ്കൂളിൽ എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ കാരണം വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അതനുസരിച്ചിട്ട് നമ്മളിപ്പം ഇപ്പോൾ ഏത് സ്കൂളിലാണോ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, അപ്പോൾ ആ സ്കൂളിന് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടാവും. അവൾ മാള ഗ്രേസ് ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു. അപ്പം അവിടെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എങ്ങനെ വേണോ ഹെയർ കട്ട് ചെയ്യാം, ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഹെയർ കട്ട് ചെയ്യാം. അപ്പം അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഗോവൻസും റഷ്യൻസും ഒക്കെ ആയിട്ടുള്ള ടീച്ചേഴ്സായിരുന്നു. ഏത് ഡ്രസ്സ് വേണമെങ്കിലും, യൂണിഫോം അല്ലാത്ത യൂണിഫോം പോലും സ്കേർട്ടായിരുന്നു. അപ്പം അല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ ഏത് ഡ്രസ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും അത്രയും മോഡേൺ ആയിട്ടൊരു ഇൻ്റർനാഷണൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നൊരു സ്കൂളായിരുന്നു. പക്ഷേ അതുപോലെ ആയിരിക്കണം എന്നില്ല അവൾ ഇനിയിപ്പം അടുത്ത ഒരു സ്കൂളിലോട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടാലും എന്തായാലും രണ്ട് വശത്തും രണ്ട് സൈഡിലോട്ടായിട്ടും പിന്നിടുക. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. രണ്ട് സൈഡിലോട്ടും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നിട്ടിട്ട് ഒരു ബുഷോ അല്ലെങ്കിൽ റിബണോ, പണ്ടൊക്കെ റിബണോ ഒക്കെ അല്ലിരുന്ന് വയ്ക്കുന്നത്, ബുഷോ ഒക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം വെറുതെ നമ്മൾ ഇപ്പോൾ ലെയർ കട്ട് ചെയ്തിട്ടോ ഇപ്പോൾ യു കട്ട് ചെയ്തിട്ടോ വി കട്ട് ചെയ്തിട്ടോ എന്ത് കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. പിന്നെ അവൾക്ക് ലെങ്തി ഹെയറിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര. എനിക്ക് പക്ഷേ ഈ പ്രായത്തിലൊന്നും ഇങ്ങനെ താല്പര്യമില്ല. എനിക്ക് ഈ സമയത്തൊക്കെ ഇതിൻ്റെ ഒരു 4 ഇരട്ടി ഹെയർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഷോർട്ടാക്കിയിട്ട് നടന്നിരുന്നത് ഈ സമയത്തൊക്കെ. കാരണം എനിക്ക് അതിനോടായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ താല്പര്യം. ഇപ്പോഴാണ് ഈ അടുത്ത സമയത്ത് എനിക്ക് ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഫുഡ് വെയർ ഉണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ബാഗ് പാക്കിങ്ങിന് വേണ്ടിയിട്ട്, പാക്കിങ്ങിലും ബാഗ് തികയുന്നില്ല. കാരണം അവളുടെ സാധനങ്ങളൊക്കെ എറണാകുളത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് കയറിയപ്പോൾ ഒരു ബ്ലാക്ക് ചെരുപ്പ് കണ്ടു. അപ്പോൾ കയറിയത് ബാഗിനാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഇട്ട് നോക്കി. പക്ഷേ അങ്ങോട്ട് നടക്കാൻ ഭയങ്കര കംഫർട്ടില്ല. വളരെ ചെറിയ റേറ്റേ ഉള്ളൂ. പക്ഷേ എന്നാലും ഒരു കംഫർട്ട് ഇല്ലാത്തത് കാരണം തിരിച്ച് അതുപോലെ അവിടെ തന്നെ വെച്ചു. നമ്മൾ കയറി ബാഗും കിട്ടിയില്ല. എന്തായാലും മുടി കട്ട് ചെയ്തു, അതെനിക്ക് ഇഷ്ടമായി. സാധാ നോർമൽ കട്ട്, വലിയ ആർഭാടമൊന്നും ഇല്ല. അത് കാണുമ്പോൾ തന്നെ അറിയാം. സാധാ ഒരു നോർമൽ കട്ട്, ഡാമേജ് ആയിട്ടുള്ള ഹെയർ കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ നമ്മൾ കാരണം ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണല്ലോ, അതുകൊണ്ടാണ്. അപ്പം